മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടക്കാരനായിരുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. എന്താ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവടം? തുണിഷാപ്പാണ്. തുണി വ്യാപാരിയായിരുന്നു. മൂപ്പര വാപ്പാക്ക് ജ്വല്ലറിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ അബൂ ഖുഹാഫ എന്നാണ്. ഒറിജിനൽ പേര് ഉസ്മാനാണ്. അറിയപ്പെടുന്ന പേരാണ് അബൂ ഖുഹാഫ. മൂപ്പര ഒറിജിനൽ പേര് ഉസ്മാൻ എന്നാണ്. ഉസ്മാൻ എന്നവർക്ക് ജ്വല്ലറിയാണ് പറഞ്ഞാൽ ഇന്നത്തെ മാതിരത്തെ ജ്വല്ലറി അല്ല. അന്നത്തെ ജ്വല്ലറി ഒരു വ്യത്യാസമുണ്ട്. പടച്ചോന്മാരുണ്ടാക്കി വെക്കുക. സ്വർണം കൊണ്ടുള്ള പടച്ചോന്, വെള്ളി കൊണ്ടുള്ള പടച്ചോന്, പഞ്ചലോഹങ്ങളെ കൊണ്ട് നിർമ്മിച്ച പടച്ചോന്മാർ, ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പടച്ചോന്മാരുണ്ടാക്കിയിട്ട് വിൽക്കണ കച്ചവടമാണ്. അതാണ് അന്നത്തെ ജ്വല്ലറി. ലോഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടൊക്കെയുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ആളായിരുന്നു മഹാനാ. അപ്പോൾ രണ്ട് കച്ചവടമായി. ഇന്നത്തെ ഏറ്റവും വലിയ രണ്ട് കച്ചവടമാണ്. ഒന്ന് ജ്വല്ലറിയും ഒന്ന് തുണിഷാപ്പും. വാപ്പാക്ക് ജ്വല്ലറിയാണ്, മകന് തുണിഷാപ്പാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തുണി വ്യാപാരമാണ്. ഖിലാഫത്ത് ഏറ്റെടുത്തു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ മൂപ്പരെ തുണിക്കട്ടൊക്കെ എടുത്തുങ്ങാണ്ട് കച്ചവടത്തിന് ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ നിന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അല്ല, എവിടേക്കാപ്പം നിങ്ങൾ പോകണമെന്ന് ചോദിച്ചു. ഞാൻ കച്ചവടത്തിന് പോകുകയാണ് പറഞ്ഞു. നിങ്ങളിപ്പോൾ ഈ ആദ്യം കച്ചവടത്തിന് പോയാൽ ഇപ്പം നാട്ടുകാരെ കാര്യം കട്ടത്തിലാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പോൾ പിന്നെ എൻ്റെ കാര്യം കട്ടത്തിലാവൂലേ? ഞാൻ പോയില്ലെങ്കിൽ കുട്ടികളെ കാര്യം, പെണ്ണുങ്ങളെ കാര്യം, അത് നിങ്ങൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളിൻ്റെ ഒപ്പം വരിക ഇറങ്ങാണ്ട് പൊതു ഖജനാവ് എന്ന ബൈത്തുൽ മാലിൻ്റെ സൂക്ഷിപ്പുകാരനായ സഹാബിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമ്മളന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഖജാഞ്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ചെന്നിട്ട് പറഞ്ഞു, ഈ അബൂബക്കർ ഇനി കച്ചവടത്തിന് പോയാൽ ശരിയാവില്ല റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അബൂബക്കറിൻ്റെ ജീവിതത്തിനുള്ള ചിലവ് ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. ഖജാഞ്ചി പറഞ്ഞു, ശരി, ഒരാളെ ചിലവ് കൊടുക്കാറുണ്ട്. ഒരു ദിവസം ഒരാളെ ചിലവ് നമുക്ക് ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളെ ചിലവ് കൊടുത്തിട്ട് ബാക്കിയുള്ളവരെന്താ കാറ്റ് മുണുങ്ങി, അത് പറ്റൂലാറുണ്ട്. ഈ ശമ്പളത്തിന് തിരക്കൂടൽ അന്ന് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. പറ്റൂലാറുന്നു. പക്ഷേ അവനാനല്ല പറഞ്ഞത്, ഓരക്ക് വേണ്ടി വേറൊരാളാണ് പറയണത്. ഉമർ ഖത്താബാണ് പറയുന്ന ആൾ റളിയല്ലാഹു അൻഹു. ഒരാളത് പറ്റൂലായിരുന്നു. അതിൽ മൂപ്പർ പറഞ്ഞു, ശരി, രണ്ടാളത് കൊടുക്കാറുന്നു, ഭാര്യൻ്റെ കൂടിയും കൊടുക്കുക, ബാക്കി വല്ല എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ, ഇവിടെ ഇട്ടൂലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂലായിരുന്നു. രണ്ടൊന്നും കൊടുത്താൽ പോരാ, കുട്ടികൾക്ക് എന്താ കാട്ടി വെച്ചു. അങ്ങനെ ഏതായാലും തായും മേലെയും പറഞ്ഞ് അവസാനം ഒരു ദിവസത്തിന് ഒരാടിൻ്റെ പകുതിയുടെ കതിർ കണക്കനുസരിച്ച് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അന്ന് വില കുറഞ്ഞ സാധനം ആടാണ് കേട്ടോ, ഒന്നൊക്കെ കണക്ക് കൂട്ടരുത്, എന്ന് പറയാൻ നിൽക്കണ്ട. അന്ന് എല്ലാ പെരയിലുള്ള സാധനം ആടാണ്. ഒരാടിൻ്റെ പകുതിയുടെ കതിർ കണ്ട് കൊടുക്കാമെന്ന് തീരുമാനാക്കി. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം ചെയ്തു. മഹാനവർകൾ വഫാത്താകുന്നതിൻ്റെ മുമ്പ് തൻ്റെ ഭാര്യയുടെ സ്വത്ത് വിറ്റിട്ട് ബൈത്തുൽ മാലിൽ നിന്നും പറ്റിയ മുഴുവൻ ശമ്പളവും തിരിച്ചടച്ചിട്ട് മരണപ്പെട്ടു. അതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഒരു കച്ചവടക്കാരനാണ്. ഉമർ റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. എന്താ കച്ചവടം? സ്ഥലക്കച്ചവടം, ബ്രോക്കറാണ്. ഞമ്മക്കേ കച്ചവടം അറിയുള്ളൂ എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കച്ചവടമായിരുന്നു. താരീഖ് പഠിച്ചോളി. എന്തിനാ താരീഖ് പഠിക്കണ അറിയോ? ഈ ചരിത്രം പഠിക്കുന്നതിലൊരു ലക്ഷ്യമുണ്ട്. അതേമാതിരി ആകാനല്ല. അത് ചിലപ്പോൾ നടക്കൂല, അല്ലെങ്കിൽ നടക്കുകയും ചെയ്യും, അല്ലെങ്കിൽ നടക്കാതിരിക്കുകയും ചെയ്യും. എപ്പോഴും നടന്നോളണമെന്നില്ല. ചരിത്രം പഠിക്കുന്നതിനൊരു രഹസ്യമുണ്ട്. നമ്മളെവിടേക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകാനാണ് ചരിത്രം. നമ്മളെവിടേക്കും നമ്മളിങ്ങനെ ഈ കൊല്ലപ്പോൾ റമദാൻ 30 കിട്ടിയെന്ന് വിചാരിച്ചോളി. ഈ റമദാൻ 30 കിട്ടി, ശനിയാഴ്ചയാണ് പെരുന്നാളായതെന്ന് വിചാരിക്കുക. എന്നാൽ 30ൻ്റെ അന്ന് തറാവീഹ് കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ പറയും, അൽഹംദുലില്ലാഹ് ഈ കൊല്ലം തറാവീഹ് കിട്ടിയിട്ട് 30ഉം കിട്ടി, ഞാൻ 30 നിസ്കരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ അങ്ങ് തോന്നും സ്വർഗത്തിൽ ഒരു നിലക്കും സ്ഥലം മതിയാവില്ല കേട്ടോ. കാരണം 30 തറാവീഹാണ് നിസ്കരിച്ചിട്ടുണ്ടേ, എന്തായാലും കുറച്ച് വലിപ്പം കൂട്ടേണ്ടി വരും എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പോകുമ്പോൾ പിറ്റേന്ന് പെരുന്നാൾ നിസ്കാരത്തിന് വന്നപ്പോൾ ഇമാമ് പ്രസംഗിക്കാണ്. മഹാനായ സയ്യിദുനാ സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് 300 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പം മനസ്സിലാവും നമ്മൾ 30 തറാവീഹ് ഒടുക്കും എത്തിയിട്ടില്ലാന്ന്. അതിനാണ് താരീഖ്. അതിനാണ് മുൻഗാമികളുടെ താരീഖ് പഠിക്കുക എന്ന് പറയുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ് സഹാബത്തിലെ ഏറ്റവും അറിയപ്പെട്ട കച്ചവടക്കാരൻ. ഇതല്ലോണം പഠിച്ചോളിങ്ങൾ കേട്ടോ.
നിന്നോട് കച്ചവടക്കാരെ പറ്റി പറയണമെന്ന് ഇവർ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയണത്. ഭൂരിഭാഗം ഇവിടെ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കച്ചവടക്കാരായിരിക്കും എന്ന് പോലും മനസ്സിലാക്കിയതായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അല്ലെങ്കിലും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് നമ്മൾ കച്ചവടക്കാരാണ്. ആരെ വിൽക്കാത്തവർ, ആരെ വാങ്ങാത്തവർ? ഇതിലെല്ലാവരും വിൽക്കണവരും എല്ലാവരും വാങ്ങണവരുമാണ്. അതൊരു നിലക്ക് കച്ചവടമാണല്ലോ. കച്ചവടക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടില്ല. സ്വഹാബത്തിൽ ഏറ്റവും വലിയ കച്ചവടക്കാരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനവറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അൻസാരിയായ മനുഷ്യന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളൊക്കെ നാട്ടിൽ ദർസുള്ള പള്ളിയിൽ മുത്തല്ലിമീങ്ങൾ വന്നാൽ കമ്മിറ്റിക്കാർ കാട്ടുമല്ലോ, ഈ കുട്ടീനെ ഇജ്ജുകൊണ്ടേക്കോ, ഈ കുട്ടീനെ ഇജ്ജുകൊണ്ടേക്കോ. അങ്ങനെ ഉണ്ടായാൽ പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ പോകും. ആദ്യമൊക്കെ ചിലവ് വരാന്ന് പറയും, പിന്നെ അത് സ്വന്തം വരമായിരിയാവും, പിന്നെ ചിലവരേത്ത ഉമ്മാനെ ഉമ്മ എന്ന് വിളിക്കൽ തുടങ്ങും. എൻ്റെ ഡ്രൈവറാണ്, ഓൻ അത്യാവശ്യമായിട്ട് പോകേണ്ട വന്നുകൊണ്ട് ചവി വന്നിട്ട് പോയതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിങ്ങനെ ആലോചിച്ചിട്ട് ക്ലാസ് തൈമ പോകണ്ടെന്ന് എഴുതിയിട്ട് പറഞ്ഞതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിൽ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി ശ്രദ്ധ പോകാൻ. അങ്ങനെ നമ്മളെ പൊതുവേ ഉള്ളൊരു ഇടപാട് അങ്ങനെയാണ്. ചെറിയൊരു കാരണം കിട്ടിയാൽ മതിയാവും. ഒന്നുമില്ലെങ്കിൽ മൈക്കൊന്ന് കേടെന്നാൽ മതി, അപ്പോൾ എല്ലാവരും ശ്രദ്ധ പോയി. അങ്ങനെയാണ് ഇത്. ഈ നേരത്ത് നിങ്ങളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് പിടിച്ചിരുത്തണമെങ്കിൽ രേഷം പണിയുണ്ട്, അതെന്നെ സംഗതി. അവിടെ ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്നപ്പോൾ നബി തങ്ങൾ ഒരു അൻസാരിക്ക് കൊടുത്തു, കൊണ്ടുപോയിക്കോ പറഞ്ഞു. ആ അൻസാരി എന്ത് ചെയ്തു അറിയോ? വീട്ടിൽ കൊണ്ടുപോയിട്ട് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളെ ഭാഷയെ പറഞ്ഞാൽ ചോറൊക്കെ തിന്ന് കിടക്കാൻ നേരത്ത് മൂപ്പരോട് പറഞ്ഞു, കുട്ടിയെ എനിക്ക് 2 ഈത്തപ്പനത്തോട്ടമുണ്ട്, നല്ല കായ്ക്കണ 2 തോട്ടാണ്. ഇത് നേരം വെളുത്താലേ ഇതിൻ്റെ 2 ഈത്തപ്പനത്തോട്ടം ഒന്ന് കാണണം, എന്നിട്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈത്തപ്പനത്തോട്ടം ഏതാണോ അത് എനക്ക് തരാം. എന്നാൽ പിന്നെ എനക്ക് അമ്മോട് സുഖമായിട്ട് കയ്യാലോ. പിന്നെ ഒരു കടന്ന വർത്താനം കൂടിയും പറഞ്ഞു, എനിക്ക് 2 പെണ്ണുങ്ങളുണ്ട്, ഭാര്യമാർ. നാളെ നേരം വെളുക്കുമ്പോൾ 2 ഒന്ന് കാണുക, നല്ല ഇഷ്ടപ്പെട്ടത് ആരേച്ചാൽ ഓക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഒഴിവാക്കിയിട്ട് എനക്കാണ് കെട്ടിച്ചേരാം. ആദ്യകാലമാണ് കേട്ടോ ഇസ്ലാമിൻ്റെ, എനക്കാണ് കെട്ടിച്ചേരാറുണ്ട്. മൂപ്പര് പറഞ്ഞു, എനിക്ക് നിങ്ങളെ പെണ്ണുങ്ങളെയും വേണ്ട, എനിക്ക് നിങ്ങളെ തോട്ടവും വേണ്ട, എനിക്ക് വേണ്ടത് അങ്ങാടിയിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങാടിയിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം കാണിച്ചു തന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് കാണിച്ചു തരാം. എല്ലാ സ്ഥലത്തും കച്ചവടം കിട്ടൂല, എല്ലായിടത്തൊന്നും കച്ചവടം കിട്ടൂല. കച്ചവടം കിട്ടൂല എന്ന് കണ്ടാൽ എത്ര നേരത്തെ ഷട്ടർ താത്തുന്നോ അത്രയും നഷ്ടം കുറക്കാം. കച്ചവടം നഷ്ടമാണ് എന്ന് മനസ്സിലായാൽ പിന്നെ ഒരു കാരണവശാലും പിടിച്ചേക്കാൻ പറ്റൂല. എത്ര നേരത്തെ അവസാനിപ്പിക്കുന്നോ അത്രയും നഷ്ടം കുറയുന്നുള്ളതാണ്. എല്ലാ സ്ഥലവും കച്ചവടം കിട്ടുന്ന സ്ഥലമല്ല. അതുകൊണ്ട് എനിക്ക് കച്ചവടം കിട്ടുന്ന സ്ഥലം കാണിച്ചു തരണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ മൂപ്പരെയും കൂട്ടിയിട്ട് അങ്ങാടി പോയിട്ട് പറഞ്ഞു, ഇതാ ഈ ഒരു മൂലൻ്റെ വകയാണ്, ഈ ഒരു മൂല ഇവിടെ ഇരുന്നാൽ എല്ലാവർക്കും നല്ല കച്ചവടം കാണലുണ്ട് പറഞ്ഞു. അങ്ങനെ മൂപ്പരടുത്ത് മക്കത്തുനിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ചില്ലറ പൈസ ഉണ്ടായിരുന്നു, അതിന് എന്തോ ഒരു സാധനം വാങ്ങിയിട്ട് ആ മൂലൊക്കെ ചെന്നുങ്ങാണ്ട് ടവ്വലാണ് വിരിച്ചിട്ട് അവിടെ ഇരുന്ന് സാധനം വെക്കാൻ ഒഴിവില്ലാതെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, കൊടുക്കാനുള്ളതാന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ തരേണ്ടതെന്ന് ചോദിച്ചു. ചെറിയൊരു ലാഭം കൂട്ടി പറഞ്ഞു. അത് വാങ്ങി. അത് വിറ്റിങ്ങാണ്ട് വേറൊരു സാധനം വാങ്ങി. പിന്നെ അടുത്തത് വാങ്ങി. അങ്ങനെ അങ്ങോട്ട് കച്ചവടം തുടങ്ങിയിട്ട് മലഞ്ചെരിവ് നിറയെ ആടുകൾ, മാടുകൾ, ഒട്ടകങ്ങൾ ഒട്ടകങ്ങൾ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനായി. മുത്തുനബി വഫാത്താവുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഈ 9 ആൾക്കാരുടെ ഫുള്ള് ചെലവ് നടത്തുന്നത് ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. മക്കത്തുനിന്നൊന്നുമില്ലാതെ അങ്ങോട്ട് വന്നതാണ്. താൻ മരിക്കുന്ന സമയത്ത് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമുക്ക് ഒരുപാട് തോട്ടമുണ്ടല്ലോ, ഒരു തോട്ടം ബാപ്പാൻ്റെ കുട്ടി വിൽക്കണം, എന്നിട്ട് ബദറിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി പെടുന്നാണ്ടുള്ള കാലം ജീവിക്കാൻ ആവശ്യമായ മുതലിജൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരു തോട്ടം വിറ്റ് കിട്ടിയ സമ്പത്ത് ബദറിൽ ജീവിച്ചിരിക്കുന്നവർക്ക് മുഴുവൻ കൊടുത്തിട്ട് പൈസ ബാക്കിയുണ്ടായിരുന്നു. അത്രയും വലിയ പൈസക്കാരനായി ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മാറിയതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമാണ്.
കച്ചവടം വിജയിക്കാൻ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലാണ് ഫാത്തിഹ ഓതേണ്ടത് കേട്ടോ. ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിൽ വിജയിച്ച ആളുകളെയാണ് തവസ്സുൽ ചെയ്യേണ്ടത്. കച്ചവടത്തിൽ ഏറ്റവും നന്നായി വിജയിച്ച ആൾ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. എന്താ രഹസ്യം എന്ന് ഞങ്ങൾ ഓസിക്ക് കിട്ടിയത് വേണ്ടാന്ന് വെച്ചതാണ്. നമ്മൾ ഓസിക്ക് കിട്ടിയാൽ ഓൽമെൻറ്റും തിന്നു എന്നുള്ളതാണ് പരിപാടി. എന്താ ഇല്ലാത്തതിൻ്റെ കാരണം, എന്താ നടക്കാത്തത്? അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടായതിൻ്റെ കാരണം ഓസിക്കാണ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട, ഞാനാണ്ട് അധ്വാനിച്ചോളാം, അതിന് പറ്റിയൊരു സ്ഥലമാണ് കാണിച്ചു തന്നാൽ മതി പറഞ്ഞു. അങ്ങനെയാണ് കച്ചവടം ചെയ്തതാണ്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. BPL കാർഡിന് എന്തിനാ അപേക്ഷ കൊടുക്കണതെന്ന്. മുതലാളിയാകാനല്ലേ അപേക്ഷിക്കേണ്ടത്, ദരിദ്രനാവാൻ അപേക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരാൾ നമ്മോട് പറയണം അന്നെ ഞാൻ പൈസക്കാരെ ലിസ്റ്റിൽ പെടുത്തി തരാമെന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷ കൊടുത്ത് നോക്കാം. അന്നെ ഞാൻ സാധുക്കളുടെ ലിസ്റ്റിൽ പെടുത്തി തരാം എന്ന് പറഞ്ഞതിന് അപേക്ഷ കൊടുക്കുന്നതാണ് നമ്മളെ പരാജയത്തിൻ്റെ കാരണം. ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ ഫക്കീറാവാൻ ആഗ്രഹിക്കുന്നു എന്ന രഹസ്യമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല. ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ ഫക്കീറായി തുടരാൻ അവൻ ആഗ്രഹിക്കുന്നു എന്ന രഹസ്യമുണ്ട്. 25,000 തെണ്ടാൻ പോയി, സക്കാത്ത് വാങ്ങാൻ പോയി. അങ്ങനെ കുറച്ച് പൈസയൊക്കെ കിട്ടി. അങ്ങനെ ആ പൈസയായിട്ട് ഇങ്ങനെ വന്നിട്ട് കക്കൂസ് കയറിങ്ങാണ്ട് വായിലടിച്ചിട്ട് എണ്ണി നോക്കി. എന്നിട്ട് അതിങ്ങനെ കീശയ്ക്ക് വെക്കുമ്പോൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു, പഠിച്ചോനെ ഈ കൊല്ലത്തെ 25,000 ചൂടുമായി കൊറോണയായിട്ട് ഫുള്ള് നക്കിപ്പോയി. അടുത്ത കൊല്ലത്തെ 25,000 കുറച്ചും കൂടി തോന സക്കാത്ത് തരണേ അല്ലാന്ന് ആഗ്രഹിച്ച എന്താ അതിൻ്റെ അർത്ഥം? അടുത്ത കൊല്ലം 25,000 ഇന്ന തെണ്ടിയാക്കണേ. എന്താ ഓന് നേരെ തിരിച്ചൊന്ന് ആഗ്രഹിച്ചൂടെ? പടച്ചോനെ ഈ കൊല്ലത്തെ 25,000 സക്കാത്ത് വാങ്ങേണ്ടി വന്നു, അടുത്ത കൊല്ലത്തെ 25,000 സക്കാത്ത് കൊടുക്കാനുള്ളൊരവസ്ഥ എനിക്ക് തരണേ എന്ന് തോർന്നാൽ ആടാ അതിനത്രയൊക്കെ ആയോന്ന് അള്ളാഹു ചോദിക്കൂലല്ലോ. നമ്മുടെ മനസ്സാണ് നമ്മളെ ഫക്കീറാക്കണ കാരണം, വേറൊന്നുമല്ല. വലുതായി ചിന്തിക്കണം, അപ്പോഴേ വലുതാവുള്ളൂ. ചെറുതായി ചിന്തിച്ചാൽ ചെറുതായി കൊണ്ടിരിക്കും. അപ്പോൾ ദരിദ്രനാകുന്നതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു രഹസ്യമുണ്ട്. അബ്ദുറഹ്മാൻ ഔഫ് ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നനായി മാറിയതിൻ്റെ പിന്നിലെ രഹസ്യം ഓസിക്ക് വേണ്ട, ഞാൻ അധ്വാനിച്ച് ജീവിച്ചോളാം എന്ന് തീരുമാനിച്ചതാണ് എന്ന് കാണാം. ഞാൻ അവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് വന്നാൽ കച്ചവടക്കാർ വേറെയുണ്ട്. കച്ചവടക്കാർ ഇഷ്ടം പോലല്ലേ. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. 25-ാമത്തെ വയസ്സിലാണ് ആദ്യം കച്ചവടം ചെയ്യുന്നത്. 25 വയസ്സ് വരെ നാട്ടിൽ ഉമ്മാൻ്റെ കൂടെ പഠിച്ചു. വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. 25-ാമത്തെ വയസ്സിൽ ഇൽമു പഠിക്കാൻ വേണ്ടി നാട് വിട്ടു, കൂടെ കച്ചവടം ചെയ്തു. ആദ്യം ചെയ്ത കച്ചവടം വെള്ളക്കച്ചവടമാണ്. തണ്ണിമത്തൻ റോഡ് സൈഡിൽ നിന്ന് എൻ്റെ വക പറഞ്ഞാണ്. ആദ്യം ചെയ്തത് വെള്ളക്കച്ചവടമാണ് ആരംഭിച്ചത്. അങ്ങനെയാണ് കച്ചവടം ചെയ്തിട്ടാണ് വലുതായി എവിടേക്കെത്തി. 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. 470 ഹിജ്റ 470. ഇന്ന് ഹിജ്റ 1500 ഏകദേശം അടുത്താണ്. അപ്പോൾ 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. എന്താ കച്ചവടം എന്നറിയങ്ങൾ? 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹിയുദ്ദീൻ ഷെയ്ഖിന് സ്വന്തമായി കപ്പലുണ്ടായിരുന്നു. ആ കപ്പലിൻ്റെ സ്ഥാനത്ത് ഇന്ന് ഹെലികോപ്റ്ററാണ്. കേരളത്തിലാകെ സ്വന്തം ഹെലികോപ്റ്റർ ഉള്ളത് 4 ആൾക്കാർക്കാണ്. 1000 കൊല്ലം കഴിഞ്ഞു. 1000 വർഷങ്ങൾക്ക് മുമ്പ് മുഹിയുദ്ദീൻ ഷെയ്ഖിന് സ്വന്തമായിട്ട് കപ്പലുണ്ട്. മുഹിയുദ്ദീൻ മാലയിൽ പറയണ്ടല്ലോ, ഒരിക്കൊരാൾ വന്നിട്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളെ കപ്പൽ കൊള്ളക്കാർ കൊണ്ടുപോയിട്ടുണ്ട് പറഞ്ഞു. അതിൽ മൂപ്പര് പറഞ്ഞു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ആൾ വന്നിട്ട് പറഞ്ഞു, അത് നിങ്ങളെ കപ്പലല്ല വേറെ ആരതാണ് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാ എന്ന്. ഞാൻ അതെന്തിനാ പറഞ്ഞതെന്നറിയോ? കപ്പലുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് പറഞ്ഞതാണ്. 1000 കൊല്ലം മുമ്പ് മുഹിയുദ്ദീൻ നമ്മളെ ജാനം നമ്മളെ കച്ചവടക്കാരുള്ളൂ എന്നാണ്. ഒരു കച്ചവടക്കാരന് കുത്തുബും ഗൗസുമാവാൻ കഴിയും എന്നതിൻ്റെ തെളിവാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. കച്ചവടക്കാരനാണ്. അതന്നെ പഴയ കാലത്തൊക്കെ വയല് പറഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നു, ഷുജായി മൊയ്തു മൗലവി പറഞ്ഞ ഒരാൾ. വയല് പറയും, പാട്ടൊക്കെ പാടിയിട്ട് വയല് പറയും. പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോരക്കട്ട, പിന്നിന്ന് കാട്ടം ചുമന്നു ഒരു കൊട്ട. ഷുജായിയുടെ പാട്ടാണ്. മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങളാഴ്ച, ഗടികൾ കണക്കേ നിൻ ആയുസ്സിൻ തീർച്ച. ഷുജായിയുടെ പാട്ടാണ്. അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് വയല് പറയും.
അങ്ങനെ മൂപ്പര് ഉംറക്കും ഹജ്ജിനും പോയി മക്കത്തേക്ക്. ഉംറ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് മദീനത്ത് ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഉണ്ടോ, അത്ര മതി ശ്രദ്ധ പോവാൻ. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ മനുഷ്യന്മാരെ, അത്ര മതി. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു കാരണം കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ നമ്മളെ കുട്ടികൾ പഠിക്കാത്തതിന് എന്താ പറഞ്ഞിട്ട് കാര്യം? നമ്മൾ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, എന്നാലേ പറയുള്ളൂ. നിങ്ങൾ വേറെ എടുക്കാൻ നോക്കിയാൽ ഞാൻ തമാശയൊക്കെ പറയാം, അല്ലെങ്കിൽ പാട്ടൊക്കെ പാടും. അങ്ങനെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നോക്കിയാലേ പറയാം. അപ്പോൾ ഷുജായി ഉംറക്ക് പോയി, ഹജ്ജിന് പോയി. ഹജ്ജിനെ ഉംറക്കാന്നറിയില്ല, എന്തായാലും പോയി. അങ്ങനെ ഉംറ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ട് മദീനയിൽ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് റൗള ഷരീഫിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ദുആർന്ന്, പടച്ചോനെ അള്ളാഹുവേ, എനിക്ക് ജീവിതത്തിൽ വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ ജീവിതകാലത്ത് എനിക്ക് നീ കാണിച്ചു തരണമേ അല്ലാ. മലയാളത്ത് പറഞ്ഞാൽ ഒരു മുറബിയായ ഷേഖിനെ എനിക്ക് തരണേന്ന് തോരുന്നു. ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ കാണിച്ചു തരണേന്ന് തോരുന്നു. അന്ന് രാത്രി മുസ്തഫായ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പുണ്യനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനവറുകൾ ഇതേ അഭിപ്രായം പറഞ്ഞു, എനിക്ക് ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ ഹയാത്ത് കാലത്ത് കാണിച്ചു തരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഷുജായി, നിങ്ങളെ കയ്യിൽ ഒരു തസ്ബീഹ് മാലല്ലേ, അതൊരാൾ ചോദിച്ചെങ്ങാണ്ട് വരും. അപ്പം ആ തസ്ബീഹ് മാല അയാൾക്കാണ് കൊടുക്കുക. അയാൾ തന്നെയാണ് നിങ്ങളെ ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റണ ഏറ്റവും നല്ല ആൾ എന്ന് പറഞ്ഞു. നേരം വെളുത്തു. ഷുജായി തസ്ബീഹ് മാല എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു. എന്നിട്ടിങ്ങനെ നടന്നു ആരെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും ചോദിച്ചില്ല. അവസാനം നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയവരൊക്കെ മടങ്ങുകയാണ്. മൂപ്പര് ദസ്മിമാലായിട്ട് കുറേ നടന്നു നോക്കി, ചോദിക്കണില്ല. അത് കീശയിലിട്ടിട്ട് മൂപ്പര് പോന്നു നാട്ടിലേക്ക്. നാട്ടിൽ വന്ന് വയല് പറയാൻ തുടങ്ങി. വയലിനൊക്കെ പോയിട്ട് ഇങ്ങനെ എവിടെയൊക്കെ വയല് കഴിഞ്ഞാൽ ഹൈദർസുലിയുടെ വണ്ടിക്കാണ് മൂപ്പര് പോയിന്ന്. ഹൈദർസുലിയുടെ വണ്ടി പറഞ്ഞാൽ ഏത് കിട്ടിയ വണ്ടിക്ക് കയറലാണ് ഹൈദർസുലിയുടെ വണ്ടി. എല്ലാ വണ്ടിയും മൂപ്പരതാണല്ലോ, അതിനാണ് പോവുക. അങ്ങനെ ലോറിയിലൊക്കെ ചെന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ ഒരു പെട്ടിക്കട ഉണ്ട്. ആ പെട്ടിക്കടയിൽ നിന്ന് ഒരു ചൂട്ട് വാങ്ങും. 25 പൈസ കൊടുത്തിട്ട് ഒരു ചൂട്ട് വാങ്ങിയിട്ട് ആ ചൂട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് അതിങ്ങനെ മിന്നിയിട്ട് പെരേക്ക് ഇങ്ങനെ പോവും. അങ്ങനെ വയലൊക്കെ തുടങ്ങി. നാട്ടിൽ വന്ന് ചൂട്ട് വാങ്ങി പെരേക്ക് പോവും, പിറ്റേന്ന് വയതിന് പോവും. അങ്ങനെ പോക്കും വരവൊക്കെ ഇങ്ങനെ തുടങ്ങി ജോറായി. ഒരു ദിവസം വയൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ മടങ്ങി വരികയാണ്. നാട്ടിൽ വന്നിറങ്ങി ചൂട്ട് വാങ്ങാൻ വേണ്ടി പെട്ടിക്കടയിൽ കയറി ചൂട്ട് വാങ്ങിയിട്ട് പൈസ കൊടുത്തപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, പൈസ വേണ്ട, എനിക്ക് നിങ്ങൾ ആ തസ്ബീഹ് മാലാണ് തന്നാൽ മതിയായിരുന്നു. അതിൽ പറഞ്ഞു, എൻ്റെ അടുത്ത് ആകെ ഒരു തസ്ബീഹ് മാലുള്ളൂ, അത് അങ്ങനെ തരാനുള്ള എല്ലാവരും, അതങ്ങനെ ഒന്നേ ഉള്ളൂ, അത് അങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു തസ്ബീഹ് മാലല്ല. അത് പിന്നെ ജീവിതത്തിൽ വഴി കണക്കാൻ വേണ്ട ഷെയ്ഖ് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞതാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ മൂപ്പര് കൊടുത്തില്ല, അതങ്ങനെ തരാം. അതിൽ മൂപ്പര് പറഞ്ഞു, ഏതേലും തസ്ബീഹ് മാലല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, ആ മദീനത്തുനിന്ന് നബി തങ്ങൾ തരാൻ പറഞ്ഞൊരു തസ്ബീഹ് മാലല്ലേ, അതിട് തരീന്നാ പറഞ്ഞത് പറഞ്ഞു. കച്ചവടക്കാർ മോശക്കാരൊന്നുമല്ല, അങ്ങനത്തെ കച്ചവടക്കാരും ഉണ്ട്. നമ്മളെ കച്ചവടമാകുമ്പോൾ കുറച്ചൊക്കെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉണ്ടാവും. 2 കൂട്ടർക്കാർക്കാണ് അങ്ങനെ ഒരു തോന്നലുള്ളത്. ഒന്ന് രാഷ്ട്രീയക്കാർക്ക്, വേറൊന്ന് കച്ചവടക്കാർക്കും. കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്ന് അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസ്സുദ്ദീഖീൻ ഹബീബുനാ റസൂലുള്ളാഹി. അത്താജിറു സദൂഖുൽ അമീനു, സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ, മഅൻ നബിയ്യിന, അമ്പിയാക്കളോടൊപ്പവും, വസ്സുദ്ദീഖീന, സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അനുയായികളാകുന്ന സ്വഹാബത്തിൻ്റെയും ഒപ്പം സ്വർഗത്തിലാണ്. അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസ്സുദ്ദീഖീൻ. പക്ഷെ 2 നിബന്ധനയുണ്ട് കച്ചവടത്തിന്. 1 വിശ്വസ്തത, 2 സത്യസന്ധത. അത് 2 ഉണ്ടോ പെട്ടിക്കട മതി സ്വർഗത്തിൽ പോകാൻ. നല്ലത് കേടെന്നാൽ പറ്റരപ്പാവും. ഏത് സംഗതി അങ്ങനെയാണ്. നല്ല സാധനം കേടെന്നാലാണ് പറ്റരപ്പാകുക. മൂല്യന്മാരാരെങ്കിലും തോണ്ടിയാലുള്ള വലിയ പ്രശ്നം. തോണ്ടാൻ പാടില്ല, ഒരിക്കലും പറ്റൂല. നല്ല കേടെന്നാൽ പറ്റരപ്പായി. അങ്ങനെ ബിരിയാണി കേടെന്നാൽ ചോറ് കേടെന്ന മാതിരി ആവില്ല, അടുത്തുകൂടെ പോകാൻ പറ്റൂല. മനുഷ്യൻ മരിച്ചാൽ പൂച്ച അത്ത മാതിരി ആവില്ല, അടുത്തുകൂടെയാണ് പോകാൻ പറ്റൂല. നല്ലത് കേടെന്നാൽ പറ്റരപ്പായി. അതുതന്നെയാണ് കച്ചവടത്തിനുള്ളത്. നല്ലതൊക്കെ ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ ഒരു പെട്ടിക്കട മതിയാവും. മുത്തുനബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത്താജിറു, കച്ചവടക്കാരൻ, അസ്സദൂഖു, സത്യസന്ധൻ, അൽ അമീനു, വിശ്വസ്തൻ, മഅൻ നബിയ്യീന വസ്സുദ്ദീഖീൻ, നബിമാരോടും സുദ്ദീഖീങ്ങളോടും ഒപ്പമാകുന്നു. 2 കാര്യം വേണം.
ഒന്ന് സത്യസന്ധതയുണ്ടായിരിക്കണം, രണ്ട് വിശ്വസ്തതയുണ്ടായിരിക്കണം. രണ്ടും രണ്ടാണ്, ഒന്നല്ല. രണ്ടാണ്. സത്യസന്ധത വേറെയാണ്, വിശ്വസ്തത വേറെയാണ്. കള്ളനെയും വിശ്വസിക്കാൻ പറ്റും ചിലപ്പോൾ, പക്ഷെ സത്യസന്ധനായിക്കോണമെന്നില്ല. സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരനായിരിക്കണം. അതാണ് കച്ചവടത്തിൻ്റെ മാനദണ്ഡം. സത്യസന്ധനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. എന്നാൽ കച്ചവടം കൊണ്ട് വിജയിക്കാൻ വേണ്ടി പറ്റും തന്നെ. രണ്ട് കൂട്ടർക്കും ലാഭം ഉണ്ടാവുകയാണ് സത്യസന്ധതയും വിശ്വസ്തതയും. വേഗം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞുതരാം. വിൽക്കണവനും ലാഭം വേണം, വാങ്ങണവനും ലാഭം വേണം. അതാണ് വിശ്വസ്തതയും സത്യസന്ധതയും. ഓൻ്റെ അടുത്ത് വിശ്വസിച്ച് വാങ്ങാം എന്നൊരാൾ പറയാന്ന് പറഞ്ഞാൽ അതെങ്ങനെ രണ്ടു കൂടി ഉണ്ടാവുക എന്ന് നമുക്ക് തോന്നും. ഉണ്ടാവും. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. നമ്മളൊരു സ്ഥലക്കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക. 5 സെൻറ്റ് 10 സെൻറ്റ് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അപ്പടി ഇപ്പടി, ഇതാണ് പരിപാടി. സ്ഥലക്കച്ചവടമാണെന്ന് വിചാരിക്കുക. അങ്ങനെ പള്ളിൻ്റെ അടുത്ത് ലാഭത്തിൽ കിട്ടിയപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി. ഇവിടെ അല്ല, ഉള്ളിലെവിടെയാണ്. സെൻറ്റിന് 2 ലക്ഷം റുപ്യ, 10 സെൻറ്റിന് 20 ലക്ഷം റുപ്യ കൊടുത്തിട്ട് വാങ്ങി. വാങ്ങിയതിൻ്റെ ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊട്ടലിറക്കിങ്ങാണ്ട് കെട്ടി, അതിൽ കുറച്ച് മൗസിരായൻ്റെ കന്നൊക്കെ കൊണ്ടുവന്ന് വെച്ച്, ലേശം മുരിങ്ങാക്കാലൊക്കെ കുഴിച്ചിട്ടുങ്ങാണ്ട് ചീമക്കൊന്നൊക്കെ കുഴിച്ചിട്ട് അതിമക്കൂടെ കുരളകിൻ്റെ വള്ളിയൊക്കെ കയറ്റി ഒരു നാടങ്ങളൊക്കെ കുത്തിയിട്ട് ഒന്നാണ് നനച്ചു, ഒന്നാണ്ട് ഉഷാറാക്കി. പട്ടയം വാങ്ങി നീതിയൊക്കെ അടച്ചു, പേപ്പറൊക്കെ ക്ലിയറാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ അബ്ദുറഹ്മാൻ തറടണമെന്ന് കരുതിങ്ങാണ്ട് ഗൾഫിൽ നിന്ന് വന്നു. ഓൻ പള്ളിക്കൊന്ന് നിസ്കരിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ മൈമുട്ടി ഹാജിയുടെ 10 സെൻറ്റ് കണ്ടു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചു, ഈ സ്ഥലം പരതാന്ന് ചോദിച്ചു. അത് നമ്മളെ മൈമുട്ടി ഹാജിയാണ് പറഞ്ഞു. വിൽക്കാനുള്ളതാണോ ചോദിച്ചു. ആ, മൂപ്പർക്ക് ഇങ്ങനെ 5 സെൻറ്റ് 10 സെൻറ്റിനൊക്കെ ഇടപാടുണ്ട്, കച്ചവടത്തിനുള്ള തന്നെയാണ്. മൈമുട്ടി ഹാജിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, മൈമുട്ടി ഹാജി നിങ്ങൾ ആ പള്ളിൻ്റെ അടുത്തുള്ള 10 സെൻറ്റ് കൊടുക്കാനുള്ളതാണോ ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, പിന്നെ എന്നോട് പറയാം, ഞാനത് 20 ലക്ഷം റുപ്യക്ക് വാങ്ങിയതാണ്. പിന്നെ അതിന് പട്ടയൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ വാങ്ങി നികുതിയൊക്കെ അടച്ച് ക്ലിയറാക്കി സൈഡൊക്കെ കെട്ടി മണ്ണൊക്കെ ഇട്ട് നിരത്തി. എന്നാൽ കാണുന്ന രൂപത്തിലാക്കാൻ എനിക്കൊരു 50,000 റുപ്യേൻ്റെ ചിലവുണ്ട്. 20,50,000 റുപ്യ. ഞാനതൊരു 25 ലക്ഷം റുപ്യ തന്ന് ആനക്കണ്ട് തരാമെന്ന് പറഞ്ഞു. എന്തേലും കുറേന്ന് ചോദിച്ചു. ഇല്ലടാ, എനിക്ക് എന്തേലുമൊക്കെ ഒന്ന് കിട്ടണ്ടേ, അപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ അടുത്ത് കിടക്കല്ലേ, അതുകൊണ്ട് ഒരു 25 റുപ്യ. ഓൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയി. 1-2 കച്ചവടക്കാരെ കണ്ടിട്ട് ചോദിച്ചു, നമ്മൾ ആ പള്ളിൻ്റെ നേരെ ബാക്കിലുള്ള മൈമുട്ടി ഹാജിയുടെ 10 സെൻറ്റ് കൊടുക്കുകയാണ്, ഞാൻ കൊല്ലൊന്ന് തറട്ടുങ്ങാണ്ട് പോകണമെന്ന് കരുതി വന്നതാണ്, വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. മൂക്കിക്കപ്പെട്ടായ മുഴുവൻ കച്ചവടക്കാരും പറഞ്ഞു വാങ്ങിക്കോ, ലാഭമാണ്, അതാ ലാഭം. അവസാനം അമ്മോൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അമ്മക്ക ഞാൻ ആ മൈമുട്ടി ഹാജിയുടെ സ്ഥലം ഒന്ന് നോക്കിയിട്ടുണ്ട്, അത് വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അമ്മോൻ പറഞ്ഞു അത് വാങ്ങിക്കോ, എന്തുകൊണ്ടും ലാഭമാണ് എന്ന്. വാങ്ങണവന് ലാഭമായി, കൊടുക്കണവന് 4.5 ലക്ഷം റുപ്യ ലാഭമായി. ഇതാണ് ലാഭം എന്ന് പറഞ്ഞ സാധനം. ഇങ്ങനെ കിട്ടുന്ന മുതലിനെ ഹലാലും തൊയ്യിബുമായ മുതൽ എന്ന് പറയും. മുതൽ ഹലാലും തൊയ്യിബുമാണെങ്കിലേ മക്കൾ നന്നാവുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ടൊരു അടിസ്ഥാനമാണ്. കുട്ടികൾ കേടുവരുന്നതിനാകെ ഒരു കാരണമേ ഉള്ളൂ, തിന്നാൻ കൊടുക്കുന്നത് ഹലാലും തൊയ്യിബുമായില്ല എന്ന ഒരൊറ്റ കാരണം മാത്രമാണ്. വേറെ ഒരു കാരണവും മക്കൾ കേടുവരുന്നതിനില്ല, ഒന്നുമില്ല, ഒറ്റ കാരണമേ ഉള്ളൂ. രണ്ടാമത്തൊരു കാരണം അതിനില്ല. ഹലാലായാൽ പോരാ, തൊയ്യിബായിരിക്കണം. എല്ലാ ഹലാലുകളും തൊയ്യിബല്ല. എന്തിനാപ്പോൾ എത്രയൊക്കെ എനിക്ക് കിട്ടിയെന്ന് വിചാരിയുണ്ട്, എനിക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ പോരെ എന്നൊക്കെ ചോദിക്കാം, ഹലാലൊക്കെ ആവും. തൊയ്യിബാവൂല. തൊയ്യിബാകണമെങ്കിൽ വാങ്ങിയവൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന സാഹചര്യമുണ്ടെങ്കിലേ തൊയ്യിബാവുകയുള്ളൂ. ഒരിക്കലും ഹലാല് മാത്രം തിന്നാൻ കൊടുത്താൽ പറ്റില്ല, തൊയ്യിബാവണം. എല്ലാ ഹലാലുകളും തൊയ്യിബല്ല, എല്ലാ തൊയ്യിബും ഹലാലാണ്. എല്ലാ തൊയ്യിബും ഹലാലാവും, എല്ലാ ഹലാലും തൊയ്യിബായിരിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും ഹലാലായാൽ പോരാ, തൊയ്യിബായിരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവും. തൊയ്യിബല്ലാത്ത പല സാധനം നമ്മൾ കാണും. പള്ളിക്കന്നിങ്ങനെ നിസ്കരിച്ചിങ്ങാണ്ട് പെരേക്ക് ഇങ്ങനെ പോകുമ്പോൾ
ഏതോ ഒരാളുടെ അദ്രമാക്കാൻ്റെ മൂവാണ്ടം മൂച്ചി റോട്ടമ്മക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്, അതിമന്നൊരു മാങ്ങ ചാടി കിടക്കുന്നുണ്ട്. എടുത്തുണ്ടാവാം, ഹലാലാണ്. കാരണം ഒരു മൂവാണ്ടം മൂച്ചിമെന്നൊരു മാങ്ങ ചാടിയിട്ട് അത് കൊണ്ടുപോയിനൊന്നും ആരും വടിയെടുത്തുങ്ങാണ്ട് പിന്നാലെ വരലില്ല, ഹലാലാവും. ഹലാലൊക്കെ തന്നെയാണ്. തൊയ്യബാണെങ്കിൽ അസംസ്കാരത്തിന് അയാളെ കണ്ടപ്പോൾ പറഞ്ഞു, പിന്നെ എൻ്റെ മൂവാണ്ടം മൂച്ചിമെന്നൊരു മാങ്ങ റോട്ടമ്മക്ക് ചാടിയുന്നത് ഞാൻ കൊണ്ടുപോയിട്ട് ചെമ്മീൻ തല ഇട്ടുങ്ങാണ്ട് ചമ്മന്തി അരച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മൂപ്പര് പറയണം, കൊണ്ടേക്കട കുഞ്ഞമ്മതേ, അത് മാത്രമല്ല എനിക്ക് വേണമെങ്കിൽ ഞാൻ കുട്ടികളെടുത്ത് രേഷൻ കൊടുത്തയക്കും കൂടിയും ചെയ്യാ എന്ന് പറഞ്ഞാൽ തൊയ്യബായ മുതലാണ്. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയലുണ്ട്, ഈ പിന്നെ ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കൾ പലപ്പോഴും ദീനീ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളായി വരാറില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്താ വെച്ചാൽ ഈ ബറക്കത്ത് എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബറക്കത്തില്ലാത്ത മുതൽ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. 3 ലക്ഷം റുപ്യ കയ്യിലുള്ള ഒരാൾ 100 റുപ്യ കടം ചോദിച്ച് നടന്നാൽ എങ്ങനെ ഉണ്ടാവും? ഓന് 3,100,000 റുപ്യ ആവശ്യമുണ്ട്. എന്നിട്ട് ഇങ്ങനെ കാണുന്നവരോടൊക്കെ ഒരു 100 റുപ്യ തരുമോ, ഒരു 100 റുപ്യ കിട്ടിക്കാം, നാളെ തരാം, എൻ്റെ അടുത്തില്ല, ഒരു 100 റുപ്യ കിട്ടിക്കാം, 3 ലക്ഷം അവൻ്റെ അടുത്തുണ്ട്. ബറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുക. ബറക്കത്തുണ്ടെങ്കിൽ 1000 റുപ്യ മതി, മുഴുവൻ ചിലവും കഴിഞ്ഞാൽ 200-ൻ്റെ ഒരു നോട്ട് കീശയിൽ വെക്കാൻ ബാക്കിയുണ്ടാവും. അതാണ് ബറക്കത്ത് പറഞ്ഞത്. ഇത് പൈസയിൽ മാത്രമല്ല, ഇത് മക്കളിലുണ്ട്. 10 മക്കളുണ്ട്, ആവശ്യ നേരത്തെ ഒറ്റൊന്നുമില്ല, ഒരു ചെറുക്കനേ ഉള്ളൂ, എല്ലാറ്റിനും കൊണ്ടോ ആൾ ബാക്കിയുണ്ട്. ബർക്കത്താണ്. സമയത്തിലെ ബർക്കത്തുണ്ട്. നമ്മളെ വല്ലിപ്പാക്ക് എല്ലാ വെള്ളിയാഴ്ചയും നഖം മുറിക്കാൻ നേരം കിട്ടിയിരുന്നു. നമുക്ക് പുതിയാപ്പിള ഇറങ്ങുമ്പോൾ വരെ നഖം മുറിക്കാൻ നേരമില്ല. സമയത്തിൽ ബർക്കത്തില്ലായിട്ടാണ്. അതുകൊണ്ട് കച്ചവടത്തിലെ ബറക്കത്ത് നല്ലോണം സൂക്ഷിക്കണം. ബർക്കത്തില്ലാത്തത് എത്ര സൂപ്പർ മാർക്കറ്റായിട്ടും കാര്യമില്ല. ബർക്കത്തുള്ള ഒരു പെട്ടിക്കടയാണെങ്കിൽ ഓൻ ഭംഗിയായിട്ട് ജീവിച്ചു പോകും. ബറക്കത്ത് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. തൊയ്യബല്ലാത്തത് വന്നു ചേർന്നാൽ ബറക്കത്ത് നഷ്ടപ്പെടും. പ്രധാനമായും 2 കാരണങ്ങളാണ് ബറക്കത്ത് നഷ്ടപ്പെടാൻ ഉണ്ടാവാറുള്ളത്. ഒന്ന്, ലോൺ എടുത്ത് കച്ചവടം തുടങ്ങുക. ശവത്തിൽ കുത്തല്ല കേട്ടോ, ഞാൻ ഉള്ളതുള്ള മാതിരി പറയാന്നേ ഉള്ളൂ. ഒന്ന്, ലോൺ എടുത്ത് കച്ചവടം തുടങ്ങുക. 2, പെണ്ണുങ്ങളെ പണ്ടം വിറ്റുങ്ങാണ്ട് തുടങ്ങുക. എന്താ രണ്ടിനുള്ള പ്രശ്നം തരങ്ങൾ? ലോൺ എടുത്ത് തുടങ്ങിയാൽ അത് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടാണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ആ ഇടപാട് തീർക്കാൻ ആവശ്യമായ കാര്യം ചെയ്യണം. അത് എന്ന് തീരണോ അന്ന് മുതൽ ബർക്കത്ത് തുടങ്ങും. വേഗം തീർക്കണം. പെണ്ണുങ്ങളെ പണ്ടം വിറ്റാൽ എന്താ വെച്ചാൽ പെണ്ണുങ്ങൾ അവരുടെ പണ്ടം ഇഷ്ടപ്പെട്ട് തരൂല. ഒരു പെണ്ണും തരൂല കേട്ടോ. നിങ്ങളെ പെണ്ണുങ്ങൾ അതിന് ഒഴിവാണെങ്കിൽ അത് മാത്രം ഒഴിവാക്കി കളി തരൂല. അതിൻ്റെ തെളിവെന്താ കാര്യങ്ങൾ? വാപ്പ മരിച്ചിട്ട് മുതൽ ഒരുക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് ഉമ്മ വിളിച്ചു പറയും, കുട്ടികളെ വാപ്പ പണ്ട് ഖത്തർക്ക് പോയത് ഇമ്മാൻ്റെ മണിക്കാതിരെ വിറ്റിട്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് റോഡ് സൈഡിൽ ഉമ്മാക്ക് 3 സെൻറ്റ് അധികം അളന്നിട്ടാളീന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പണ്ട് മണിക്കാതിലെ ഖത്തർക്ക് പോകുമ്പോൾ കൊടുത്തത് ഇഷ്ടപ്പെട്ടിട്ടല്ല. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പെണ്ണുങ്ങൾ പണ്ടം ഇഷ്ടപ്പെട്ട് തരൂല എന്നുള്ളതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന് ഒഴിവാണ്. സൂക്ഷിക്കേണ്ട 2 കാര്യങ്ങളാണ് ഇത് രണ്ടും. ഒന്ന്, ലോൺ എടുത്ത് തുടങ്ങിയത് ഒടുക്കെത്തൂല, പെണ്ണുങ്ങളെ വണ്ടം വിറ്റത് ഒടുക്കെത്തൂല. അതിന് കാരണം രണ്ടും ഇഷ്ടപ്പെട്ട മുതലല്ല, തൊയ്യബാവൂല എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് എപ്പോഴും തൊയ്യബായ കാര്യത്തിന് പരിശ്രമിച്ചാൽ ജീവിതം വലിയ റാഹത്തായിരിക്കും. കുറേ ഉണ്ടായിട്ട് എന്താ ഒരു റാഹത്തും ഇല്ലാതെ ഉള്ളതിൽ റാഹത്തായിട്ട് ജീവിക്കാൻ കഴിയാന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവർ നല്ലോണം സൂക്ഷിക്കണം. ഇറച്ചി കച്ചവടം ചെയ്യുന്നവർ, മീൻ കച്ചവടം ചെയ്യുന്നത്, കോഴി കച്ചവടം ചെയ്യുന്നവർ, ബേക്കറി നടത്തുന്നവർ, അച്ചാർ കമ്പനി നടത്തുന്നവർ, ഹോട്ടൽ നടത്തുന്നവർ, വെള്ള കച്ചവടം ചെയ്യുന്നവർ, ഇങ്ങനെ ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ മക്കളിൽ 3-ൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. 3-ൽ 1 ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നാൽ ഇനി കച്ചവടം വേണ്ടെന്ന് തീരുമാനിക്കരുത്. ചെയ്യണ ഏറ്റവും നല്ല തൊഴിൽ എന്തെന്നെയാണ്? കച്ചവടം തന്നെയാണ്. നല്ലത് കേടെന്നാലാണ് വടക്കാവുക. ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല തൊഴിൽ കച്ചവടമാണ്. കൃഷി കഴിഞ്ഞാൽ പിന്നെ 1-ാം സ്ഥാനത്തുള്ളത് കച്ചവടമാണ്. നേരെ തിരിച്ചു അഭിപ്രായമുണ്ട്. 1-ാം സ്ഥാനം കച്ചവടം, 2 കൃഷി എന്ന അഭിപ്രായമുള്ളവരുണ്ട്, 1 കൃഷി 2 കച്ചവടം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. പിന്നെ മാത്രമല്ല
എല്ലാ വരുമാന മാർഗങ്ങളും തൊഴിലിൽ പെടൂല. തൊഴിലാകെ 3 ഉള്ളൂ. തൊഴിൽ എന്ന് പറഞ്ഞാൽ ആകെ 3 ഉള്ളത്. ഒന്ന് കച്ചവടമാണ്, മറ്റൊന്ന് കൃഷിയാണ്, മൂന്നാമത്തേത് കൈത്തൊഴിലാണ്. ബാക്കിയൊന്നും തൊഴിലിൽ പെടൂല. അധ്യാപനം, മാഷ്, ടീച്ചർ, മൂല്യർ, വയലുറനാൾ, ഡോക്ടർ ഒന്നും തൊഴിലല്ല, സർവീസാണ്, സേവനം. അതുകൊണ്ട് ജീവിക്കാം, അത് വേറെ കാര്യമാണ്. ജീവിക്കാൻ പറ്റിച്ചിട്ട് തൊഴിലാവൊന്നുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു തൊഴിലുമില്ലല്ലോ, ജീവിച്ചിരുന്നില്ലേ? എന്താ വരുമാന മാർഗം? ഹദിയയായിരുന്നു. പലരും കൊടുക്കുന്ന ഹദിയകളായിരുന്നു വരുമാന മാർഗം. അത് തൊഴിലല്ല. അധ്യാപനം തൊഴിലല്ല, സർവീസാണ്, സേവനമാണ്. വൈദ്യം തൊഴിലല്ല, സേവനമാണ്. തൊഴിലാകെ 3 ഉള്ളൂ. ഒന്ന് കൃഷിയാണ്. കൃഷിയിൽ പെട്ടതാണ് ആടുകൾ, മാടുകൾ, പശുക്കൾ, ഒട്ടകങ്ങൾ തുടങ്ങിയൊക്കെ കൃഷിയിൽപ്പെടും. നെല്ല്, ഗോതമ്പ് ഒക്കെ കൃഷിയാണ്. രണ്ടാമത് കച്ചവടമാണ്. അള്ളാഹുവിൻ്റെ ദുനിയാവിലുള്ള ഏത് സാധനവും കച്ചവടം ചെയ്യാം. മൂന്നാമത്തത് കൈത്തൊഴിലാണ്. കൈത്തൊഴിലിൽ കുറേ കാര്യങ്ങൾ പെടും. ഡ്രൈവിങ്, കമ്പ്യൂട്ടർ, കന്നൂട്ട്, കൊത്തിക്കളക്കൽ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ, ഒരുപാട് റോഡ് പണി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ കൈത്തൊഴിലിൽ പെടും. കൂടുതൽ കാര്യങ്ങളും കൈത്തൊഴിലാണ് പെടും. അങ്ങനെ 3 വിഭാഗമേ ഉള്ളൂ തൊഴിലുകൾ. അപ്പോൾ അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കച്ചവടമാണ് എന്ന് ഒരുപാട് ആളുകൾക്ക് അഭിപ്രായം. 2 കൃഷി, 3 കൈത്തൊഴിൽ, അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് കച്ചവടം ഇത്രയും വലിയ ഫളിലുള്ള കാര്യമായി മാറാൻ കാരണം? ദൂരനാടുകളിൽ നിന്ന് ഒന്നിച്ച് ധാരാളം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ആവശ്യക്കാർക്ക് അല്പാൽപമായി വിതരണം ചെയ്യുക എന്ന ഖിദ്മത്ത് അതിൻ്റെ പിന്നിലുണ്ട് എന്നതാണ് കാരണം. ഒരു ഖിദ്മത്ത് അതിൻ്റെ പിന്നിലുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം.